ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ +2 ലെവൽ നോട്ടിഫിക്കേഷൻസ്, ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നു, അവയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. +2 ലെവൽ ഫോഴ്സിൻ്റെ എക്സാംസ് ആയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ട്രെയിനി, അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഫയർ വുമൺ ട്രെയിനി തുടങ്ങിയിട്ടുള്ള എല്ലാ തസ്തികകൾക്കുമായിട്ട് പുതിയ ബാച്ചസ് നമ്മുടെ ടാലന്റ് അക്കാഡമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആരംഭിക്കുന്ന ബാച്ചസും അതുപോലെ തന്നെ പുതിയ ബാച്ചസിൻ്റെയും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സ്, ഓഫ്ലൈനായിട്ടും അതേപോലെ ക്ലാസ്സിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും കോഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കാട്ടാക്കട, എറണാകുളം, കോഴിക്കോട് ശാഖകളിൽ നമ്മൾ നിലവിൽ ഓഫ്ലൈൻ ബാച്ചസ് റണ്ണാണ്. അതേപോലെ തന്നെ പുതിയ ബാച്ചസിൻ്റെ അഡ്മിഷൻ നടന്നു വരിക. അപ്പോൾ ഇപ്പോൾ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ ഫോഴ്സിൻ്റെ ബാച്ചസിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ്, അതായത് ഫിസിക്കൽ ടെസ്റ്റിനുള്ള പ്രാക്ടീസ്, ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റുഡൻസിനാണ് ഫിസിക്കൽ ട്രെയിനിങ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാം. 2024 ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷൻ സെറ്റിലെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇത്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, കേരള എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, അപേക്ഷിക്കേണ്ട അവസാന തീയതി 29/1/2025. അപ്പോൾ 2025 ജനുവരി 29 വരെയാണ് ഡേറ്റ്. ആലോചിക്കുക, അതുവരെ വെയിറ്റ് ചെയ്യരുത്, നേരത്തെ തന്നെ അയക്കുക. ആ സമയത്തൊക്കെ സൈറ്റൊക്കെ ക്രഷ് ആവും. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 മുതൽ 63,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ഓക്കെ, നമ്പർ ഓഫ് വേക്കൻസീസ് കേരളത്തിലെ ജില്ലാടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളാണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. കറക്റ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് പറഞ്ഞിട്ടില്ല, പക്ഷേ അത്യാവശ്യം നിയമനം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മെയിലാണ്. ഫീമെയിൽസിന് വേറെ ഒരു എക്സൈസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. യോഗ്യത എന്ന് പറയുന്നത്, അപ്പോൾ ഈ എക്സാമിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലാണ്. യോഗ്യത, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം, ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. ഇനി ഏജ് ലിമിറ്റിലേക്ക് പറയുമ്പോൾ പോലീസിനെ പോലെയല്ല, എക്സൈസിന് കുറച്ചുകൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 31 വയസ്സ് വരെ, ഓപ്പൺ കാറ്റഗറിയിൽ 31 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ 31 വയസ്സ് വരെയുള്ളവർക്ക്, 19 മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 1993 2005 ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക്, 2/1/1993 1/1/2005 ഇടയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജില്ലാ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക, പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, ഇതിന് ഫിസിക്കലി ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ 165 സെൻറ്റിമീറ്റർ, പോലീസിന് 168 ആയിരുന്നു, ഇവിടെ 165 സെൻറ്റിമീറ്റർ ഉയരവും ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. ഈ ഒരു കാര്യം ആലോചിക്കുക. ഉയരം 165 സെൻറ്റിമീറ്റർ മതിയാവും, അവിടെ വെയിറ്റേജ് ഉണ്ട്. ദെൻ ഫിസിക്കും ഐ സൈറ്റും, കാഴ്ചയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ക്ഷമതയും അതേപോലെ തന്നെ നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. അതേപോലെ 2 കണ്ണിനും ഒരുപോലെ കാഴ്ചശക്തി വേണം. പിന്നെ സ്ക്വിൻറ്റ് അല്ലെങ്കിൽ കോങ്കണ്ണോ അതേപോലെ തന്നെ നമ്മുടെ വർണ്ണാന്തതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കാനും പാടില്ല. ഇത് ഡിസ്റ്റന്റ് വിഷൻ, ദൂരക്കാഴ്ച 6/6 സ്നെല്ലിനും അടുത്തുള്ള കാഴ്ച 0.5 സ്നെല്ലിനും ഉണ്ടായിരിക്കണം കേട്ടോ. ദെൻ ഫിസിക്കൽ ഡിഫക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ നോക്നി, മുട്ട് തട്ടുക എന്ന് പറയും, അവരസം ഉണ്ടാവാൻ പാടില്ല. പരന്നവാദം ഉണ്ടാവാൻ പാടില്ല. വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ പാടില്ല. വളഞ്ഞ കാല്, ബ്ലൂവോലെക്സ് എന്ന് പറയും, ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, പല്ല് തള്ളിയിരിക്കാൻ പാടില്ല. സ്പീച്ചിലും ഹിയറിങ്ങിലും പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ പല്ല് തള്ളിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ടീത്ത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സംസാരിക്കാനോ കേൾവിക്കോ തകരാറുണ്ടാവാൻ പാടില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. പിന്നെ ഇവിടെ എക്സൈസ് ഓഫീസറുടെ അപ്പോയിൻമെൻറ്റിൽ ഒരു എൻഡുറൻസ് ടെസ്റ്റ് കൂടെയുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആദ്യം റിട്ടൺ പരീക്ഷ, ആദ്യം എഴുത്തു പരീക്ഷ, എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം എൻഡുറൻസ് ടെസ്റ്റ് വരുന്നു. 2.5 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിൽ. അപ്പോൾ എൻഡുറൻസ് ഉണ്ട് 13 മിനിറ്റിൽ 2.5 കിലോമീറ്റർ ഓട്ടം. അപ്പോൾ എൻഡുറൻസ് ഉണ്ട് 13 മിനിറ്റിൽ 2.5 കിലോമീറ്റർ ഓട്ടം എന്ന എൻഡുറൻസ് ഉണ്ട്. ആ ഒരു കാര്യം ആലോചിക്കാം. ദെൻ അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പോലീസിനെ പോലെ തന്നെയാണ് 14 സെക്കൻഡിൽ 100 മീറ്റർ ഓട്ടം. ദെൻ അതേപോലെ തന്നെ 132 സെൻറ്റിമീറ്റർ ഹൈ ജമ്പ്,
ദെൻ 457 സെൻറ്റിമീറ്റർ ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് 7.4 കിലോയുടെ ഷോർട്ട് പുട്ട് 6 മീറ്റർ. ദെൻ അതേപോലെ നമ്മുടെ ക്രിക്കറ്റ് ബോൾ ത്രോ 60 മീറ്റർ. ദെൻ റോപ്പ് ക്ലൈംബിങ് 365 സെൻറ്റിമീറ്റർ കൈ ഉപയോഗിച്ച് മാത്രം, 8 പുൾസപ്പ് അല്ലെങ്കിൽ 8 ചിന്നിങ്. അതോടൊപ്പം 5 മിനിറ്റ് 44 സെക്കൻഡിൽ 1500 മീറ്റർ ഓട്ടം. 8 ഐറ്റം ഉണ്ട്, ഇതിലേതെങ്കിലും 5 എണ്ണം ക്ലിയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാം. അതിനുശേഷം ലിസ്റ്റിൽ ഉയർന്ന അടിസ്ഥാനത്തിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉയർന്ന ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യൂടാ, നമുക്കവിടെ അതിന് നിയമനം ലഭിക്കും. ആലോചിക്കുക, ഏതെങ്കിലും ഒരു ജില്ലയിലേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിങ്ങൾക്ക് ആയിട്ടുള്ള ആ ഒരു നോക്കിയിട്ട് അതുപോലെ നിയമന നിലയം കൂടെ ഒന്ന് പരിശോധിച്ച ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മളെ ടാലൻറ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളൊരു ജോലി സെറ്റാക്കുന്നവരേക്കും നമ്മുടെ സേവനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും ലഭ്യമാവും. അല്ലാതെ മറ്റ് സേവനങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ടും കൂടുതൽ കണ്ടന്റിനുമായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ കമൻസും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ്സസ് ആഡ് ചെയ്യണോ, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഓൾ.